ഇന്ന് നമുക്ക് പൈനാപ്പിൾ പച്ചടി ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി നമുക്ക് ആദ്യം മാറ്റാം. തൊലി മാറ്റിയിട്ടുണ്ട്. ഇനി അതിലെ കാണുന്ന ചെറിയ കറുപ്പ് പോലെയുള്ളതുണ്ടല്ലോ, അതുകൂടെ നമുക്കൊന്ന് മാറ്റി എടുക്കാം. കത്തിയുടെ അറ്റം ഉപയോഗിച്ചോ ഒരു പീലറിൻ്റെ അറ്റം ഉപയോഗിച്ചോ നമുക്കത് വേഗം മാറ്റി എടുക്കാനായിട്ട് പറ്റും. മുഴുവനും നമുക്ക് മാറ്റിയെടുക്കാം. ഇനി അത് നടുവിലൂടെ പൊളിച്ച ശേഷം അത് വീണ്ടും പകുതിയാക്കി മുറിക്കാം. അതിന് നടുവിലുള്ള ആ ഭാഗം നമുക്ക് മാറ്റാം. ആ നടുവിലുള്ള ഭാഗം ചിലപ്പോൾ ചിലർക്ക് അലർജി പോലെ ചൊറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാറ്റുന്നുണ്ട്. നാലിലെയും നടുവിലെ ആ ഭാഗം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ടാവും. ഇനി നമുക്കിത് ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂണാണ്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് പൈനാപ്പിളിന് മധുരം കുറവായി തോന്നി, അതുകൊണ്ട് ഞാൻ അല്പം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 2 വിസിൽ വരട്ടെ. വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കടുക് കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് അരച്ചെടുക്കാം. 2 വിസിൽ വന്ന് അതിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറക്കാം. പൈനാപ്പിൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ കുക്കറിലുള്ള വെള്ളം തന്നെ മിക്സിയിലേക്ക് അല്പം ഒഴിച്ചു കൊടുത്ത് അത് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തേങ്ങയിട്ട ശേഷം ഒന്ന് തിളച്ചാൽ മതി. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് നേരം കിടന്ന് തിളയ്ക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഏകദേശം 1 കപ്പ് തൈരോളം ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളിപ്പിനനുസരിച്ച് നമുക്ക് അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ തൈര് ഒഴിച്ച് ഒരുപാട് തിളയ്ക്കണ്ട. തിളച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അത് കറി പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ഒരു തിള വന്ന് തുടങ്ങിയാൽ നമുക്ക് സ്റ്റൗവ് ഓഫാക്കാം. ചെറുതായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി അത് ഇരുന്നൊന്ന് കുറുകും കറി. ഇനി നമുക്കിതിൽ താളിച്ച് കൊട്ടാനുള്ളത് നോക്കാം. സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. അത് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3-4 ഉലുവ അത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 4 വറ്റൽമുളക് 2ആക്കി പൊട്ടിച്ച് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ അല്പം കറിവേപ്പിലയും. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. ഇത് കറിയിലേക്ക് ചേർക്കാം. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി തയ്യാറായി.